മൈ ഡിയർ ഫ്രണ്ട്സ്, നഖം കടിക്കുക എന്നത് മാനസിക പ്രശ്നമാണോ? പൊതുസ്ഥലത്ത് വെച്ച് നമുക്കെതിരെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കയ്യിൽ പുസ്തകം പിടിച്ചിട്ടുണ്ട്, മറു കയ്യിലുള്ള നഖം മുഴുവൻ ഇങ്ങനെ കടിച്ച് തുപ്പിയിരിക്കുന്നു. വേറൊരു വശത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരാൾ ബുക്കൊന്നും കയ്യിലില്ല, വെറുതെ ഇങ്ങനെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്ന് നഖം കടിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അരോചകത്വം തോന്നൂല്ലേ? നമ്മൾ പറയും അയാൾ ഭയങ്കര നെർവസ്നെസ്, അയാൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്, ടെൻഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ അയാൾക്ക് ബോറടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് പറയും. ഇതിൽ ഈ വായനയിലും കാര്യങ്ങളിലും ഒക്കെ കൂടുതലാകും തോറും ഈ നഖം കടി ആഞ്ഞാഞ്ഞ് കടിക്കും, ഒരു ഇറച്ചി കഷ്ണം കാണുന്ന സിംഹത്തെ പോലെ. ചില കുട്ടികൾ ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പഠിക്കാനിരിക്കുമ്പോൾ പുരികത്തിലെ രോമം പിടിച്ച് വലിക്കുക, അത് പുഴുത് കളയുക, പിന്നെ തലമുടി പിടിച്ച് വലിക്കുക, ഇങ്ങനെ പല സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള വൈകല്യങ്ങൾ കാണാനിട വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ, അതായത് 3 വയസ്സിന് മുമ്പ് വളരെ അപൂർവമായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. 7 മുതൽ 10 വയസ്സ് വരെ 30%, കൗമാരത്തിൽ 45% ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇത്തരം പെരുമാറ്റത്തെ പെട്ടെന്നുള്ള ഒരു ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ എന്നൊക്കെ പറയും. ഇത് വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ ഒനിക്കോഫാഗിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. OCD, ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്, അതുപോലെ തന്നെ ODD, ADHD ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണോ എന്ന് തോന്നും, ഒരു എസ്കേപ്പിസം ആണോ എന്ന് തോന്നും, നഖം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കടിച്ച് ഈ നഖത്തിൻ്റെ അടിഭാഗത്തുള്ള ഭാഗത്ത് നീര് വന്ന് ചുമന്ന നിറത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെ പരോണിച്യ എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും അറിയേണ്ടത്. കാരണം ഈ നഖത്തിൽ സാധാരണ ഒരുപാട് കാര്യങ്ങളിങ്ങനെ അണുക്കളൊക്കെ അഴുക്കുമൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിക്കും. ഇത് നമ്മൾ കടിക്കും തോറും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കും. നമ്മുടെ വായ്ക്കകത്ത് വായ്പുണ്ണ്, അണുബാധ ഇങ്ങനെയൊക്കെയുള്ള പല രോഗങ്ങളായിട്ട് ഇത് മാറാറുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് ആഹാരം മാത്രമല്ല, എന്തെങ്കിലും സാധനം കൊടുക്കുന്നത് നമ്മുടെ കൈ കൊണ്ടാണല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിലാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നഖം പകുതി വരെ കടിച്ച് തൊലിയൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്ന, നീരുമൊക്കെ വന്ന് അണുബാധയുള്ള കൈകൊണ്ട് ഒരാൾ നമുക്ക് തന്നാൽ നമ്മളത് വാങ്ങിക്കാൻ എത്ര പ്രയാസപ്പെടും. അതുപോലെ തന്നെ ചിലർക്ക് ഷെയ്ക്കാറ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ കടിച്ചുകൊണ്ടിരിക്കുന്ന കൈ എളുപ്പം അവരുടെ ഡ്രസ്സിലേക്കൊന്ന് ഉരച്ച് തുടച്ചിട്ട് നമ്മളെ പിടിക്കാറുണ്ട്. ഇത് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അതാണ് സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ ഷെയ്ക്കാറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് വരും. നമ്മുടെ അടുത്ത ആളുകൾക്ക് ഇരിക്കാൻ പോലും ഒരു പ്രശ്നം. ഞാനിന്ന് ഇത് എഴുതാൻ തന്നെയുള്ള കാരണം, ഇന്നെൻ്റെ ഇവിടെ വന്ന ഒരു കുട്ടി, അമ്മയും മകളും, ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഗ്ലൗസും ഉണ്ട്, ഒരു ബോളും ഉണ്ട്, ചെറിയൊരു ബോളും. അതിങ്ങനെ കറക്കിയിരിക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടിക്ക് നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഇതൊക്കെ പറഞ്ഞു വിട്ടതാണ്, പിന്നെ പോളിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ശരിയാവുന്നുണ്ടോ? അപ്പോഴാണ് പറഞ്ഞത്, മാഡം ആ കുട്ടിയുടെ ഇടത്ത് കയ്യിലിട്ട് നോക്കൂ, വലത്ത് കയ്യിലെ കടി മുഴുവൻ ഇപ്പോൾ ഇടത്ത് കയ്യിലെ നഖത്തിനോടായി സമരം. അപ്പം നമുക്ക് പെയിൻ്റ് അടിച്ചോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടോ ബോളൊക്കെ കൊടുത്ത് എൻഗേജ്ഡ് ആക്കുന്ന ഒരു മെത്തേഡിൽ കൂടെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് കൊച്ചുകുട്ടികളോടൊക്കെ സാധിക്കും. വളരുന്ന ആളുകളോട് ഇത്തരം വേലകളൊന്നും നടക്കില്ല. അവർക്ക് അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇത് ശരീരത്തിനല്ല നമുക്ക് വാസ്തവത്തിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, പിന്നെ മനസ്സിനാണ്. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിലുണ്ടാകുന്ന അപമാനം, ഐസൊലേഷൻസ്, ആളുകൾ അടുത്ത് വരാതെ നമ്മളെ ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പം അവർക്കതൊരു നാണക്കേടായിട്ട് തോന്നും. ഈ അണുബാധ എന്ന് പറയുന്നത് നമ്മൾ ഈ സാംക്രമിക രോഗങ്ങൾ മാക്സിമം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കുക എത്രമാത്രം അപകടകാരിയാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓക്യുപ്പേഷണൽ ബിഹേവിയർ തെറാപ്പി മുതലോ ടോക്ക് തെറാപ്പിയൊക്കെ ഇട്ട് ഇയാളെ വ്യക്തമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ നിരാശയും
ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട് വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. എന്തായാലും നമ്മുടെ ഒരു സുഹൃത്തിനും ഇത്തരം വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ആ കുട്ടിക്ക് മാനസികമായ ഒരു സൗഖ്യം കൊടുക്കുന്നതിന്, അതായത് ഒറ്റപ്പെടലിൽ നിന്നൊക്കെ മാറി നിൽക്കാനും വരും കാലങ്ങളിൽ ഒരു രോഗബാധിതനാകാനും നമുക്ക് സഹായിക്കാൻ സാധിച്ചാൽ അതല്ലേ വലുത്. തൽക്കാലം നിർത്തുന്നു. വേറൊരു സിംറ്റവുമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.